Hi students, today we are going to discuss a new topic is the transformers. Transformers are the device used to increase or decrease the AC voltage. കുറേ പേർപ്പസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യേണ്ടി വരും. നമ്മൾ എ സിയുടെ അഡ്വാൻറ്റേജസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എ സിയെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് പറയുന്ന ട്രാൻസ്ഫോമേഴ്സ്. നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒക്കെ വെക്കും അല്ലേ. എന്തിനാ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വരുന്ന സമയത്ത് എന്തെങ്കിലും വോൾട്ടേജിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും അത് നമ്മളെ ഇൻസ്ട്രുമെൻസിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ എവിടെയാണോ നമ്മൾ കറണ്ട് വരുന്ന സ്ഥലത്ത് നിന്ന്, അതായത് കറക്റ്റ് മെയിൻ സപ്ലൈയിൽ ഉണ്ടാവുന്ന അത്രയും പൊട്ടൻഷ്യൽ നമ്മളെ വീട്ടിൽ ആവശ്യമുണ്ടോ? വേണ്ട. അപ്പോൾ അതിനെ പൊട്ടൻഷ്യൽ കുറയ്ക്കണം. അപ്പോൾ വീട്ടിലോട്ട് വരുന്ന നമ്മളെ ഓരോ ഇൻസ്ട്രുമെൻറ്റിലോട്ട് വരുന്നതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കുറയ്ക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണം. അപ്പോൾ ചില സമയത്ത് നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇടുക്കിയിൽ കറണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടുത്തെ പൊട്ടൻഷ്യലാണോ നമ്മളെ വീട്ടിൽ വരിക? അല്ല അല്ലേ. ചിലപ്പോൾ നിങ്ങൾ പുറത്തു കൂടെയൊക്കെ പോകുമ്പോൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ അവിടെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഇട്ടിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും 11 കിലോവാട്ട്. 11 കിലോവാട്ട് ഒക്കെ നമ്മളെ വീട്ടിൽ വരുമോ? ഇല്ല. നമ്മളെ വീട്ടിൽ വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 230 വോൾട്ട് നമ്മൾക്ക് വരുള്ളൂ അല്ലേ, 50 ഹെർട്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മളെ വീട്ടിലോട്ട് വരണമെങ്കിൽ, അത്രയും കുറച്ച് വരണമെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണം. ഇനിയോ നമ്മളെ വീട്ടിൽ 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. എങ്ങാനും ഒരു വോൾട്ടേജ് റെഗുലേഷൻ വരികയാണെങ്കിൽ, ഒരു വേരിയേഷൻ വരികയാണെങ്കിൽ അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം എങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആവശ്യം. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പും എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും എന്ന് നോക്കാം. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും വർക്ക് ചെയ്യുന്നത് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. നിങ്ങൾ അതിനെ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിലാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോയിലിലൂടെ കറണ്ടിന് വേരിയേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലക്സ് വേരി ചെയ്യുകയാണെങ്കിൽ അടുത്ത കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വിച്ച് ഇൻഡ്യൂസസ് EMF ഓൺ നിയർ ബൈ ഒരു തൊട്ടടുത്തുള്ള ലൂപ്പിൽ കറണ്ട് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ദെൻ ഇവിടെ നമ്മൾ കുറച്ച് അസംഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ട്രാൻസ്ഫോമർ രണ്ട് രീതിയിലുണ്ട്. ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്നത് നമ്മൾ 2 കോയിൽസ് വെച്ചിട്ടാണ്. 2 coils wound on a laminated iron core. ഒന്നില്ലെങ്കിൽ 2 ലിംസിലായിരിക്കും, പ്രൈമറി സെക്കൻഡ്. ഇൻപുട്ട് കൊടുക്കുന്ന കോയിലിനെ പ്രൈമറി എന്നും ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്ന കോയിലിനെ സെക്കൻഡറി എന്നും പറയും. ഇൻപുട്ട് കൊടുക്കുന്നതിനെ പ്രൈമറി എന്നും ഔട്ട്പുട്ട് എടുക്കുന്ന കോയിലിനെ സെക്കൻഡറി എന്നും പറയും. ഒന്നുമില്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറിയും കുറച്ച് ഡിഫറൻസിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അത് 2 ലിംസ്, 2 ലിംബിലായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ അയോൺ, സോഫ്റ്റ് അയോൺ കോറാണ്. സോഫ്റ്റ് അയോൺ, ലാമിനേറ്റഡ് സോഫ്റ്റ് അയോണിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ അക്രോസ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ പ്രൈമറിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സെക്കൻഡറിയിൽ AC ആണ്, അപ്പോൾ ഫ്ലക്സ് വേരി ചെയ്യും. അപ്പോൾ സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ. അതല്ല എങ്കിൽ പ്രൈമറി ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ കൊയാക്സിയൽ ആയിട്ടായിരിക്കും സെക്കൻഡറി വൗണ്ട് ചെയ്ത്. ആദ്യം ഒരു പ്രൈമറി കോയിൽ കണക്ട് ചെയ്ത് വെക്കും, അതിൻ്റെ അക്രോസ് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൊയാക്സിയൽ ആയിട്ടോ സെക്കൻഡറി വൗണ്ട് ചെയ്യും. ഓക്കെ അല്ലേ. ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഏകദേശം എല്ലാ ട്രാൻസ്ഫോമറും ഇതായിരിക്കും. അതിനായിരിക്കും കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതൽ. അത് നമുക്ക് നോക്കാം. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിൻ്റെ മുന്നേ അതിൽ കുറച്ച് ഐഡിയ കേസ്, നമ്മൾ കുറച്ച് അസംഷൻസ് എടുത്തിട്ടാണ് പഠിക്കുന്നത്. അതായത് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് കോയിലിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്. റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നില്ല. ഇൻപുട്ട് കറണ്ടും വെരി ലോ, ഇൻപുട്ട് റെസിസ്റ്റൻസും വെരി ലോ. ദെൻ കറണ്ട് ത്രൂ ദിസ് പ്രൈമറിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായിരിക്കും. നമ്മളിവിടെ എടുക്കുന്നത് ഫ്ലക്സിന് ലീക്കേജും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രൈമറിയുടെ അക്രോസിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നതും സെക്കൻഡറിയിൽ അക്രോസിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. പ്രൈമറിയുടെ അക്രോസിലുള്ള ഫ്ലക്സും സെക്കൻഡറിയുടെ അക്രോസിലുള്ള ഫ്ലക്സും എന്തായിരിക്കും?
സെയിം ആണ് എന്നാണ് എടുക്കുന്നത്. ആൻഡ് ദ സെക്കൻഡറി കറണ്ട് ഈസ് ഓൾസോ ലെസ്. എത്രയും അസംഷനിലാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്? ദ പ്രൈമറി റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ആർ സ്മോൾ ആൻഡ് ദ സെയിം ഫ്ലക്സ് ലിങ്ക് ബോത്ത് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻഡ് ദ സെക്കൻഡറി കറണ്ട് ഈസ് സ്മോൾ. ഇത്രയും അസംഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 ലിംസിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എപ്പോഴും 2 ലിംസിലാവണം എന്ന് നിർബന്ധമൊന്നുമില്ലേ. ഇവിടെ ഒരു പ്രൈമറി കോയിൽ ഉണ്ടാവും, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് NP ആണ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് NS ആണ്. പ്രൈമറിയിൽ കറണ്ട് IP എന്നെടുത്തു, സെക്കൻഡറിയിലെ കറണ്ട് എന്തായിരിക്കും അപ്പോൾ IS. പ്രൈമറിയിലെ പൊട്ടൻഷ്യൽ ഞാൻ VP എന്നെടുത്തു, സെക്കൻഡറിയിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും അപ്പോൾ VS. ഓക്കെ അല്ലേ? ദെൻ ഫസ്റ്റ് നമ്മൾ കേസിലെടുക്കാം. ഇവിടെ നമ്മൾ പ്രൈമറിയിൽ ഒരു ഇൻപുട്ട് കൊടുത്തു. പ്രൈമറിയിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ AC ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലക്സിന് വേരിയേഷൻ വരും. ദെൻ സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അക്കോർഡിംഗ് ടു ലെൻസസ് ലോ മൈനസ് NS into d∅dt. d∅dt. This is സെക്കൻഡറിയിലാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF in secondary is equal to minus NS into d∅dt. Is it clear? And the next കേസിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഫ്ലക്സ് പ്രൈമറിയിൽ വേരി ചെയ്യുന്നത് സെക്കൻഡറിയിൽ അസോസിയേറ്റ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് സെയിം ആണ്. ദെൻ ദ പ്രൈമറി ഈസ് EP is equal to minus NP is equal to d∅dt. Then the flux leakage ഇല്ല. It's an ideal case. There is no energy difference. Energy complete energy അതായത് എഫിഷ്യൻസി 100% ആണ് എന്നാണ് എടുക്കുന്നത്. ഫ്ലക്സ് ലീക്കേജ് ഒന്നും ഇല്ല. ദെൻ നമുക്കറിയാം ദ സെക്കൻഡറി ഈസ് ഓപ്പൺ. സെക്കൻഡറിയിൽ ഒന്നും കണക്ട് ചെയ്തില്ല, ഓപ്പൺ ആണ് എങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് VS is equal to എന്ത് തന്നെയായിരിക്കും? ES ആയിരിക്കും. VS is equal to ES. ആൻഡ് പ്രൈമറിയിൽ റെസിസ്റ്റൻസ് വളരെ ചെറുതാണ്. ദെൻ അഗെയിൻ VP is equal to EP. നമ്മളത് അസംഷൻ എടുക്കുന്നതാണ്. പ്രൈമറിയിൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, കറണ്ട് വളരെ ചെറുതാണ്. ദെൻ VP equal to EP ആൻഡ് VS equal to ES. EMF ഇൻഡ്യൂസ്ഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും അതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, എന്ത് കിട്ടും നോക്കിയേ. ES is equal to minus NS into d∅dt and just equal to VP VP അല്ല എന്താണ് VS and EP is equal to minus NP into d∅dt which is equal to എന്താണ് VP. ഇത് രണ്ടും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി എന്ത് കിട്ടും? Then VS divided by VP, d∅dt കട്ട് ചെയ്ത് പോയി. Then what is the answer? എന്താ കിട്ടുക? is equal to നെഗറ്റീവ് കട്ട് ചെയ്ത് പോവും. NS divided by NP. It's the first relation. ആ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. It's the first relation. റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? VS divided by VP is equal to NS divided by NP. ഇനിയോ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താണ്? ഐഡിയൽ കേസ് ആണ് അല്ലേ. പവർ ലോസും എനർജി ലോസ് ഇല്ല, ഫ്ലക്സ് ലീക്കേജ് ഇല്ല. ദെൻ ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ദെൻ എഫിഷ്യൻസി ഈസ് 100% എന്ന് എടുത്തു. എഫിഷ്യൻസി എത്രയാണ്? 100% ആണ്. ദെൻ ഇൻപുട്ട് പവർ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട്. ലീക്കേജ് ഒന്നുമില്ല, എനർജി ലോസ് ഇല്ല. ദെൻ ഇൻപുട്ട് പവർ എന്താണ്? പവർ അക്രോസ് ദ പ്രൈമറി പവർ അല്ലേ. ദെൻ PP is equal to PS. PP എത്രയാണ്? പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? IV. ദെൻ IP VP is equal to എന്തായിരിക്കും? IS VS. From this equation IP divided by IS. From this IP divided by IS equal to VS divided by VP. അപ്പോൾ രണ്ട് റിലേഷനായി. സെക്കൻഡ് റിലേഷൻ. രണ്ട് റിലേഷനായി. ഏതൊക്കെയാണ് രണ്ട് റിലേഷൻ?
VS divided by VP equal to NS divided by NP and IP divided by IS is equal to VS divided by VP. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? IP divided by IS equal to VS divided by VP equal to NS divided by NP. ക്ലിയർ അല്ലേ? ഇവിടെ മാത്രമാണ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ട് വരിക. VS ഉം NS തന്നെയാണ്, പക്ഷെ ഇവിടെ ഹിയർ ദ IP ഈസ് ഹിയർ. മറന്നു പോരുത്, ദിസ് റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ എന്താ ഇക്വേഷൻ? IP by IS ഈക്വൽ ടു VS by VP ഈസ് ഈക്വൽ ടു NS ഡിവൈഡഡ് ബൈ NP. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ദെൻ നമുക്ക് റിലേഷനൊക്കെ കിട്ടി. ഇനി എപ്പോഴും 100% എഫിഷ്യൻസി ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. 100% എഫിഷ്യൻസി അല്ല എങ്കിൽ നിങ്ങൾക്ക് തരും എത്രയാണ് എഫിഷ്യൻസി എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്യാം. ഇനി നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ ദർ ആർ 2 ടൈപ്സ് ട്രാൻസ്ഫോമർ. വൺ ഈസ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് അതർ വൺ ഈസ് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് എന്തിനാ മക്കളെ യൂസ് ചെയ്യുക? വേറെ കളർ എടുക്കാം. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇൻ ദ കേസ് ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ? എന്താ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത? ഇൻ ദ കേസ് ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് ആയിരിക്കണം അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? സെക്കൻഡറി. VS ഗ്രേറ്റർ ദാൻ VP, VS ഗ്രേറ്റർ ദാൻ VP. അത് സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യണം. ആൻഡ് ദ സ്റ്റെപ്പ് ഡൗൺ, VP സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ VP ഗ്രേറ്റർ ദാൻ VS. സെക്കൻഡറി, അതായത് സെക്കൻഡറിയിലെ പൊട്ടൻഷ്യൽ കുറയ്ക്കണം. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അറിയാവുന്ന കുറച്ച് റിലേഷൻ ഉണ്ടല്ലോ, ഇതൊന്ന് നോക്കി നോക്കാം. അപ്പം എന്തായിരിക്കും? VS ഗ്രേറ്റർ ദാൻ VP ആണ്. VS ഗ്രേറ്റർ ദാൻ VP ആണെങ്കിൽ NS മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ NP ആൻഡ് IP ലെസ് ദാൻ IS. ക്ലിയർ ആണല്ലോ? VS ഗ്രേറ്റർ ദാൻ VP ആണെങ്കിൽ NS ഗ്രേറ്റർ ദാൻ NP ആൻഡ് IP ഗ്രേറ്റർ ദാൻ തിരിച്ച് here NS greater than NP and IS less than IP or IP greater than IS. Similarly, VP greater than VS, then VP greater than VS, then NP greater than NS and IP less than IS. സെക്കൻഡറിയിലെ കറണ്ട് കൂടും, പൊട്ടൻഷ്യൽ കുറയും. ഹിയർ സെക്കൻഡറിയിൽ പൊട്ടൻഷ്യൽ കൂടും, കറണ്ട് കുറവായിരിക്കും. ഓക്കെ, ഇത്രയും അറിഞ്ഞാൽ പോരാ. ഇനി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ പൊട്ടൻഷ്യൽ കൂട്ടണം, കറണ്ട് കുറയ്ക്കണം. ഓക്കെ, ഇതൊക്കെ മനസ്സിലായി. ഇനി എങ്ങനെയാണ് നമുക്ക് അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നത്? ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പ്രൈമറി എടുത്തു, സെക്കൻഡറി എടുത്തു. ഹിയർ ദ പ്രൈമറി ആൻഡ് ഹിയർ ദ സെക്കൻഡറി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്മൾ എന്ത് വേണമെന്നാണ് വേണ്ടത്? സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ പൊട്ടൻഷ്യൽ കൂടണം, കറണ്ട് കുറയണം. നമ്പർ ഓഫ് സെക്കൻഡറി, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇത് സെക്കൻഡറി. ആൻഡ് പ്രൈമറിയിൽ അതിൻ്റെ എണ്ണം കുറവായിരിക്കും. പ്രൈമറിയിൽ അതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. നമുക്ക് വേറെ കളർ എടുത്ത് വരയ്ക്കാം. ഇത് പ്രൈമറി ആൻഡ് ഇസ് എ സെക്കൻഡറി. ക്ലിയർ ആണല്ലോ? ദെൻ IS ലെസ് ദാൻ IP. സെക്കൻഡറിയിൽ കറണ്ട് കുറയണം, ദെൻ പ്രൈമറിയിൽ കറണ്ട് കൂടണം. എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ കറണ്ട് കൂടണമെങ്കിൽ റെസിസ്റ്റൻസ് കുറയണം. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? R is equal to rho L divided by area. ഓക്കെ അല്ലേ? റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടിയും ചെയ്യും, ഏരിയ കൂട്ടിയാൽ മതി. ഏരിയ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തിൻ വയേഴ്സ് അല്ല, തിക്ക് വയേഴ്സ് ആണ്. അപ്പോൾ പ്രൈമറിയിൽ യൂസ് ചെയ്യുന്നത് ഏത് വയേഴ്സാണ്? തിക്ക് വയേഴ്സ്. ആൻഡ് സെക്കൻഡറിയിലോ? സെക്കൻഡറിയിൽ തിൻ വയർ. സെക്കൻഡറിയിൽ കറണ്ട് കുറയാണ് വേണ്ടത്, പ്രൈമറിയിൽ കറണ്ട് കൂടണം. ദെൻ പ്രൈമറിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? തിക്ക് വയേഴ്സ് യൂസ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിൽ കുറവായിരിക്കും ആൻഡ് ദ വയർ ഇസ് മോർ തിക്കർ ദാൻ സെക്കൻഡറി. സെക്കൻഡറിയിൽ തിൻ വയറായിരിക്കും, കറണ്ട് കുറവായിരിക്കും, പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? ആൻഡ് സിമിലർലി നമുക്ക് എവിടെയും വരയ്ക്കാം? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ എന്തായിരിക്കണം? പൊട്ടൻഷ്യൽ എവിടെ കുറവായിരിക്കണം?
സ്റ്റെപ്പ് ഡൗൺ സെക്കൻഡറിയിൽ കുറവായിരിക്കണം. ദെൻ സ്റ്റെപ്പ് ഡൗൺ സെക്കൻഡറിയിൽ കുറവായിരിക്കണം. നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിൽ കുറവായിരിക്കും. സെക്കൻഡറി ആൻഡ് ദ പ്രൈമറിയിൽ വയേഴ്സ് കൂടുതലായിരിക്കും. അപ്പോഴോ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ദെൻ IP ലെസ് ദാൻ IS. സെക്കൻഡറിയിൽ കറണ്ട് കൂടണം, റെസിസ്റ്റൻസ് കുറയണം. ദെൻ സെക്കൻഡറിയിലെ റെസിസ്റ്റൻസിൻ്റെ ഇതെന്തായിരിക്കണം? അത് വയർ എന്തായിരിക്കും? കുറച്ചുകൂടി തിക്കറായിരിക്കും. തിക്കർ വയർ എവിടെ യൂസ് ചെയ്യുക? സെക്കൻഡറി. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അറിഞ്ഞിരിക്കണം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യൽ കൂടുമ്പോൾ കറണ്ട് കുറയും. ദെൻ കറണ്ട് പൊട്ടൻഷ്യൽ സെയിം പ്രൊപ്പോർഷനിൽ തന്നെയാണ് നമ്പർ ഓഫ് ടേൺസിനുള്ളത്. ഇതെല്ലാം നമ്മൾ എന്തിനാ പഠിച്ചത്? ഐഡിയൽ കേസിന് അല്ലേ? എന്നാൽ ഇൻ ദ പ്രാക്ടിക്കലി ഇൻ ദ റിയൽ കേസ് അവിടെ ഒരിക്കലും എന്താവില്ല, എഫിഷ്യൻസി 100% കിട്ടില്ല. അവിടെ കുറച്ച് ലീക്കേജ്, എനർജി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനർജി എങ്ങനെയൊക്കെയാണ് വേരിയേഷൻ സംഭവിക്കുക നോക്കാം. Then energy loss due to first one flux leakage. First one flux leakage. The flux leakage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നതും പ്രൈമറിയിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന്. നമ്മളിപ്പോൾ നോക്കിയാലിതില്ലേ, ഇതിലെ രണ്ട് ലിംസിലാണെങ്കിലോ ഇവിടെ ഉണ്ടാവുന്നത് പ്രൈമറി ആൻഡ് ഇവിടെ ഉണ്ടാവുന്നത് സെക്കൻഡറി. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. എന്തായാലും ഇതിന് രണ്ടിൻ്റെയും അക്രോസ് ഉണ്ടാവുന്ന ഫ്ലക്സ് എന്താവില്ല? സെയിം ആവില്ല. അവിടെ ചെറിയ രീതിയിലെങ്കിലും ഫ്ലക്സ് ലീക്കേജ് പോസിബിൾ ആണ്. ഫ്ലക്സ് ലീക്കേജ് ഉണ്ടെങ്കിൽ എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി 100% ഉണ്ടാവില്ല. അപ്പോൾ ഫ്ലക്സ് ലീക്കേജ് കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് അടുത്തത്. ഫ്ലക്സ് ലീക്കേജ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമറി ഒരു ടേൺസിലാണെങ്കിൽ സെക്കൻഡറി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ, ഇത് സെക്കൻഡറി. ഒന്ന് പ്രൈമറി, അത് കൊയാക്സിയൽ ആയിട്ട് നമുക്ക് വൗണ്ട് ചെയ്യാം. കൊയാക്സിയൽ ആയിട്ട് വൗണ്ട് ചെയ്യണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, അത് ഇൻസുലേറ്റഡ് ലാമിനേറ്റഡ് വയേഴ്സിൻ്റെ മുകളിലായിരിക്കണം. ഓക്കെ, അതല്ലാണ്ട് അത് ക്രോസ് ചെയ്യരുത് എന്ന് മാത്രം, ഷോർട്ട് സർക്യൂട്ടഡ് ആവരുത്. ഓക്കെ അല്ലേ? കൊയാക്സിയൽ ആയിട്ട് വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് ലീക്കേജ് നമുക്ക് കുറയ്ക്കാം. നോക്കാം, there is always some flux leakage. Not all of the flux due to the primary passes to the secondary due to the poor design of the core or air gap in the core. It can be reduced by bending the primary and secondary coil one over the other. ഒന്നിനു മുകളിൽ അടുത്തത് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലക്സ് ലീക്കേജ് ഇല്ലാതാക്കാമെന്നല്ല, കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, then the second resistance of the windings. അപ്പോൾ നമ്മൾ വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസ് നമ്മൾ എന്താണ് നെഗ്ലക്ട് ചെയ്തിട്ടാണ് EP = VP ആൻഡ് ES = VS എന്ന് പറഞ്ഞത് അല്ലേ? എപ്പോഴും നമ്മൾ പ്രൈമറിയിലെ കോയിലിലെ റെസിസ്റ്റൻസ് 0 ആവോ? പറ്റില്ല. കോയിൽ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും എങ്കിൽ അതിൻ്റെ അക്രോസ് ഒരു എനർജി ലോസ് ഉണ്ടായിരിക്കും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ I² × R. അപ്പോൾ അത്രയും അവിടെ എന്തുണ്ടായിരിക്കും? എനർജി ലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിക്കർ വയേഴ്സ് യൂസ് ചെയ്യാം. തിക്കർ വയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഇൻക്രീസ് ചെയ്യും, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. പക്ഷെ ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് തിക്കർ വയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഒരു ചെറിയ എമൗണ്ട് റെസിസ്റ്റൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു എനർജി ലോസ് അവിടെയും ഉണ്ടായിരിക്കും. ദെൻ the wire is used for the windings has some resistance and so energy is lost due to the heat produced in the wire I² × R. In high current, low potential, low voltage windings there are minimized by using thick wire. Thick wire use ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് കുറയ്ക്കാം. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ എഡ്ഡി കറണ്ട്. നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്? നമ്മൾ കുളത്തിലൊരു കല്ലിട്ട് കഴിഞ്ഞാൽ വേവ്സ് പോകുന്നത് പോലെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? എഡ്ഡി കറണ്ട് കുറേ യൂസ് ചെയ്യും. എന്നാൽ പല സ്ഥലത്തും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ എഡ്ഡി കറണ്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ
ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ ഫ്ലക്സ് വേരി അല്ലേ. അപ്പോൾ വേരിയബിൾ ഫ്ലക്സ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്ത് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും, അവിടെ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ ഹീറ്റ് ഉണ്ടാവും, ഹീറ്റ് എനർജി ലോസ് ആവും. അപ്പോഴും നമുക്ക് എനർജി ലോസ് ഉണ്ടാവും, 100% എഫിഷ്യൻസി കിട്ടത്തില്ല. അത് എഡ്ഡി കറണ്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അയൺ കോർ ഒന്ന് ലാമിനേറ്റ് ചെയ്താൽ മതി, അപ്പോഴും നമുക്ക് എഡ്ഡി കറണ്ട് കുറയ്ക്കാൻ പറ്റും. Then the alternating magnetic flux induce eddy currents in the iron core and causes heating. Then the effect reduced by a laminated core. Laminated core യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡ്ഡി കറണ്ട് കുറയ്ക്കാം. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ മാഗ്നറ്റിസത്തിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും, ഹിസ്റ്റീരിസിസ് ലോസ് അല്ലേ. ഹിസ്റ്റീരിസിസ് ലോസ് നമ്മൾ അയൺ കോർ ആണ് യൂസ് ചെയ്യുന്നത്, അതെന്താണ്, ഫെറോമാഗ്നറ്റിക് ആണ്. ഫെറോമാഗ്നറ്റിക്കിന്റെ പ്രോപ്പർട്ടിയാണ് ഹിസ്റ്റീരിസിസ്. ഫെറോമാഗ്നറ്റിക്കിന്റെ പ്രോപ്പർട്ടിയാണ് ഹിസ്റ്റീരിസിസ്. ഹിസ്റ്റീരിസിസ് ലോസ് ഉണ്ടായിരിക്കും, അവിടെ ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട്. ദെൻ ഹിസ്റ്റീരിസിസ് ലോസ് കുറവുള്ള, അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത് അല്ലേ. സോഫ്റ്റ് അയൺ തിന്നായിട്ടുള്ള ഹിസ്റ്റീരിസിസ് ലൂപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹിസ്റ്റീരിസിസ് ലോസ് വളരെ വളരെ കുറവാണ് സോഫ്റ്റ് അയോൺസിൽ. അപ്പോൾ സോഫ്റ്റ് അയോൺ കോർ യൂസ് ചെയ്യുന്നതിന് കാരണം എന്തിനാണ്, ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ മാഗ്നറ്റൈസേഷൻ ഓഫ് ദ കോർ ഈസ് repeatedly reversed by the alternating magnetic field. The resulting experience the energy in the core heat and kept to minimize by using magnetic material. Less hysteresis loss. Less hysteresis loss ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കുറയ്ക്കാം, ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാം. ഇത് നിങ്ങളെ NCERT ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ജസ്റ്റ് അത് നോക്കിയാലും മതി. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ട്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ട്രാൻസ്ഫോമേഴ്സ് ഹാസ് 500 ടേൺസ് ഓൺ പ്രൈമറി വൈൻഡിങ് ആൻഡ് 10 ടേൺസ് ഓൺ സെക്കൻഡറി. അപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട്, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈസ് 500 and number of turns in secondary is 10. Then first question is determine the secondary voltage Vs. If the secondary circuit is open and the primary voltage is 120 volt, Vp is equal to 120 volt. And secondary open ആണ്, resistance ഒന്നും കണക്ട് ചെയ്തില്ല. അപ്പോൾ സെക്കൻഡറിയിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? We know that Vs divided by Vp is equal to Ns divided by Np. ആ റിലേഷൻ നന്നായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം. Then we get the value Vs is equal to എന്തായിരിക്കും, Vp into Ns divided by Np. Then Vp is equal to 120 volt, Ns equal to 10, Np is equal to 500. Then 0 0 കട്ട് ചെയ്ത് പോയി. Then 12 divided by 5 is equal to 2.4. അത്രയും Vs potential 2.4 volt. Then we get 2.4 volt. Input potential 120 volt, output potential 2.4. It is a step down transformer. എന്തായിരിക്കും, step down transformer. And second question എന്താണ്, determine the current in the primary and secondary winding given that the secondary winding is connected to a resistance load 15 ohm. അപ്പോൾ അടുത്തിൽ നമുക്ക് എന്തുണ്ട്, ലോഡ് റെസിസ്റ്റൻസ്. സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് RS is equal to അല്ലെങ്കിൽ RL എന്ന് കൊടുക്കാം. സെക്കൻഡറി കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് എത്രയാണ്, 15 ohm. Here we know that here Vs is equal to 2.4 and Vp is equal to 120. Then we have to find the current in the primary and secondary. Then IP കണ്ടുപിടിക്കണം, പിന്നെയോ Vp യും കണ്ടുപിടിക്കണം. Then Vp is equal to, V is equal to according to Ohm's law I into R അല്ലേ. Then Vp കണ്ടുപിടിക്കണം, Vs. Vp എത്രയാണ് പിടിക്കണം, Vs ഉം എത്രയാണ് കണ്ടുപിടിക്കണം. Vp is equal to Ip into Rp. Rp തന്നിട്ടില്ല, പകരം നമുക്ക് എന്തറിയാം, Vs is equal to Is into Rs. റെസിസ്റ്റൻസ് നമുക്ക് സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് അറിയാം. Then what is the value, Is is equal to Vs divided by Rs. Vs എത്രയാണ്, സെക്കൻഡറിയിലെ പൊട്ടൻഷ്യൽ സെക്കൻഡറി is equal to 2.4. Rs is equal to resistance 15. Then what is the value, 20
divided by 150 nearly equal to 0.16 ampere. Then secondary le current kitti. What is the secondary le current ethrayana? Secondary is the current through the secondary is equal to IS is equal to etra idida IS is equal to 0.16 ampere. Then onnum kudi kandupidikkanam endana V current aanu ട്ടോ IP and IS. Here IP യും IS ഉം തമ്മിലുള്ള റിലേഷൻ NS ഉം NP ഉം തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലേ? എന്താ റിലേഷൻ? IP divided by IS equal to NP divided by NS ആണോ? നേരെ തിരിച്ചാണ്. എന്താണ്? NS divided by NP. Here we have to find എന്താണ് പഠിക്കുന്നത്? IS കിട്ടി. Then the IP is equal to IS into NS divided by NP. IS എത്രയാ? സെക്കൻഡറി കറണ്ട് 0.16. NS is equal to 10 and NP is equal to 500. കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്ര കിട്ടും നോക്കിയേ. ബാക്കി എത്ര കിട്ടും? 0.16 divided by 50 equal to 0.032 into 10 raised to minus 1. Again 3.2 into 10 raised to minus 3 which is equal to 3.2 milliampere. What is the value? 3.2 milliampere. അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടി. IS equal to 0.16 ampere and IP is equal to 3.2 milliampere. Is it clear? Okay അല്ലേ? Then the next one is the next question. Another easy question. A transformer has primary coil NP is equal to 1200 turns and secondary coil NS is equal to 1000 turns. Then current to the primary coil IP തന്നിട്ടുണ്ട്. IP is equal to 4 ampere. Then find the IS. IS കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? എന്താ റിലേഷൻ? NP divided by NS equal to IS divided by IP. Then here we have to find IS. Then IS is equal to NP divided by NS into IP. NP is equal to 1200 divided by 1000 into എത്രയായിരിക്കും? IP is equal to 4. 0 കട്ട് ചെയ്ത് പോയി. Then എത്ര കിട്ടും? 1.2 into 4 is equal to 4.8 ampere. So 4.8 ampere. Easy അല്ലേ? ഇതും ജസ്റ്റ് നമുക്ക് ആ റിലേഷൻ അറിഞ്ഞിരുന്നാൽ ചെയ്യാം. Okay, and the next one ഇത് എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. 100% എഫിഷ്യൻസി അല്ല. Then a transformer having efficiency 90%. Efficiency എത്രയാണ്? So 90% efficiency. Then 90 divided by 100 is working on 200 volt 3 kilowatt. 200 volt 3 കിലോവാട്ടിനാണ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ VP പ്രൈമറി പൊട്ടൻഷ്യൽ ഈസ് 200 volt and primary power is equal to IP VP is equal to 3 into 10 raised to 3 watt. Primary power തന്നിട്ടുണ്ട്, primary potential തന്നിട്ടുണ്ട്. Then the current in the secondary IS തന്നിട്ടുണ്ട്. Here IS is equal to what is the value? 6 ampere. Across the secondary coil, the current in the primary coil. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? സെക്കൻഡറി പൊട്ടൻഷ്യൽ VS കണ്ടുപിടിക്കണം ആൻഡ് പ്രൈമറി കറണ്ട് IP യും കണ്ടുപിടിക്കണം. അത് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. IP VP is equal to തന്നിട്ടുണ്ട്, VP തന്നിട്ടുണ്ട്. From that power P primary power is equal to IP VP is equal to 3 into 10 raised to 3. Then current IP is equal to, what is the current IP is equal to? 3 into 10 raised to 3 divided by VP is the 200. Then what is the value? 30 divided by 2 is equal to 15 ampere. So first one കിട്ടി എന്താണ്? IP is equal to 15 ampere.
ഫസ്റ്റ് വണ്ണിന് ആൻസർ കിട്ടി. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി എസ്? വി എസ് എത്രയാണ്? വി എസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ റിലേഷൻ കൊടുത്താൽ മതിയോ? ഇല്ല, അവിടെ എന്തല്ല 100% എഫിഷ്യൻസി അല്ല. അപ്പം നമുക്കറിയാം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കൊടുക്കാം. 90 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എത്രയാ? ഐ എസ് വി എസ് divided by IPVP. IPVP is equal to 3 into 10 raised to 3. then എന്താ കണ്ടുപിടിക്കേണ്ടത്? VS. Here VS is equal to എന്താ കിട്ടും? 90 divided by 100 into 3 into 10 raised to 3 divided by IS. ISന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. IS is equal to 6 ampere. 6. ഓക്കെ അല്ലേ? then 100 കട്ട് ചെയ്തു, ഇവിടെ 1 ആയി. then 6 3 cut ചെയ്തു, here 2. then what is value? 45. 1 ഉണ്ട് 450 volt. is value 450 volt. input power എത്രയായിരുന്നു? VP 200, VS is equal to 450. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്താൽ ഇതെന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ആൻഡ് IS is equal to 6 ampere തന്നിട്ടുണ്ട്. then IP is equal to we got 15 ampere. Is it clear? Okay അല്ലേ? And thank you.